എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം അപ്പോത്തിക്കരിയുടെ ഈ മാനസത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഫസ്റ്റ് എന്നെ സംസാരം എല്ലാവരും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. കുഴപ്പമില്ലല്ലോ? എല്ലാവർക്കും കാണുന്നുണ്ടോ ഇത്? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ഇന്ന് സൂയിസൈഡ് പ്രിവെൻഷനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തന്നെയാണ്. എംഹാൻസ് പലർക്കും അറിയുന്നതാണ് വിചാരിക്കും. നമുക്ക് നേരിട്ട് സൂയിസൈഡ് എന്നുള്ള ടോപ്പിക്കിലേക്ക് പോവാം. നമുക്ക് അറിയാം, ഇപ്പം ഓൾറെഡി ഈ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മാഡം തന്നെ പറഞ്ഞു സൂയിസൈഡ് ഇസ് മേജർ പ്രോബ്ലം ആണെന്ന്, അല്ലേ? കാരണം ഗ്ലോബലി ഇതൊരു മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം ആണ്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ മൾട്ടി ഫാക്ടോറിയൽ ആയിട്ടുള്ള, അതായത് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ്, പൊളിറ്റിക്കൽ, അങ്ങനെ ഒരുപാട് റീസൺസ് ഈ സൂയിസൈഡിന്റെ പുറകിലുണ്ട്. അത് മാത്രമല്ല, സൂയിസൈഡിന്റെ മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ഇസ് വെരി കണ്ടേജിയൻ ആണ്. അതായത് പകർച്ചവ്യാധി തന്നെയാണ് സൂയിസൈഡ്. അതായത് ഏതെങ്കിലും ഒരാള് ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരാൾക്കും അങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം. അതുകൊണ്ടാണ് സൂയിസൈഡ് ഒരു കണ്ടേജിയൻ ആണെന്ന് പുതിയ പുതിയ സ്റ്റഡീസ് എല്ലാം ഇങ്ങനൊരു കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. സൂയിസൈഡ് പ്രിവെൻഷൻ എന്നുള്ള ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ എല്ലാവരും മനസ്സിൽ വരും, ഈ സൂയിസൈഡ് പ്രിവെൻഷൻ ഈസ് പോസിബിൾ, അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ യെസ്, ഒരു ബിഗ് എസ് ആണ് അതിന്റെ ആൻസർ. അപ്പം അതിന്റെ ഒരു എവിഡൻസ് ബേസ് എന്താണ് നമുക്ക് ചോദിക്കാം, അല്ലെ? അപ്പം എവിഡൻസ് ബേസ് ആയിട്ട് ഒരു പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജിയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് എവിഡൻസ് ബേസ് തന്നിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ഗേറ്റ് കീപ്പേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയും. അല്ലെങ്കിൽ ഗേറ്റ് കീപ്പേഴ്സ് എന്നുള്ള ആ ഗേറ്റ് കീപ്പേഴ്സ് ആണ് സൂയിസൈഡ് പ്രിവെൻഷന് ഏറ്റവും മികച്ച ആൾക്കാർ എന്നാണ് പഠനങ്ങൾ, പല ഗവേഷണങ്ങൾ. അതായത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നാഷണൽ, ഇറ്റ്സ് ഇന്റർനാഷണലി എവിഡൻസ് ബേസ്ഡ് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഗേറ്റ് കീപ്പർ ട്രെയിനിങ് പ്രോഗ്രാം. സോ നമുക്ക് നോക്കാം, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഓർ ഹൂ ഈസ് ദിസ് ഗേറ്റ് കീപ്പർ. ഗേറ്റ് കീപ്പേഴ്സ് ബിലീവ് സൂയിസൈഡ് ക്യാൻ ബി പ്രിവെന്റഡ്. അതായത് സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ വില്ലിംഗ് ടു ഗിവ് ടൈം ആൻഡ് എനർജി. അതായത് ഈ സൂയിസൈഡ് പ്രിവെൻഷനിൽ സമയവും എനർജിയും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെ, കുഡ് ബി എനിബഡി, മേ ബി ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, നഴ്സസ്, സോഷ്യൽ വർക്കേഴ്സ്, സൈക്കോളജിസ്റ്റ്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഓർ എനിവൺ. അതായത് ഗേറ്റ് കീപ്പർ എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ട് സമയവും എനർജിയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെയാണ് നമ്മൾ ഗേറ്റ് കീപ്പർ എന്ന് പറയുന്നത്. അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടോ എക്സ്പെർട്ടൈസ് ഒന്നും വേണ്ട. ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഒരു കുറച്ച് സ്കില്ല്, ഇത്ര മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതാണ് വേൾഡ് വൈഡ് സ്റ്റഡീസ് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ ഗേറ്റ് കീപ്പേഴ്സിന്റെ റോൾ എന്ന് നമുക്ക് നോക്കാം. അത് ഒന്ന്, ഐഡന്റിഫൈങ് പേഴ്സൺസ് അറ്റ് റിസ്ക് ഫോർ സൂയിസൈഡ്. അതായത് ആത്മഹത്യ ചാൻസ് ഉള്ള, അപകട സാധ്യത ഉള്ള ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സൂയിസൈഡ് പ്രിവെൻഷനിൽ ഗേറ്റ് കീപ്പറുടെ ഫസ്റ്റ് റോൾ. അതിനുശേഷം ആ എത്രത്തോളം സൂയിസൈഡ് റിസ്ക് ഉണ്ട്, അതിന്റെ ഡിഗ്രി ആൻഡ് സീരിയസ്നെസ് നമുക്ക് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇമ്മീഡിയറ്റ് ഇന്റർവെൻഷൻ, അതായത് സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാനുള്ള ഇമ്മീഡിയറ്റ് ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റണം. പിന്നെ റെഫറൽ, അതായത് അയാളുടെ സൂയിസൈഡ് റിസ്കിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസിനും സെന്റേഴ്സിലേക്ക് റെഫർ ചെയ്യാൻ പറ്റുക, ആ വ്യക്തിക്ക് സപ്പോർട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഇത്രയാണ് ഒരു ഗേറ്റ് കീപ്പറുടെ റോള് എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഇത് നമ്മള് എത്ര പേർക്ക് ഒരു ഗേറ്റ് കീപ്പർ ആവാൻ പറ്റും? ഇപ്പൊ കുറച്ച് പേര് ഇതിലുള്ളൂ, 21 ആൾക്കാർ. ഇതിൽ എത്ര പേര്, ഒന്ന് ജസ്റ്റ് ഒരു ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. എത്ര പേര് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട്? എത്ര പേരുണ്ട്? ബീങ് എ മെഡിക്കൽ ഡോക്ടർ, നഴ്സ്, ഫാർമസിസ്റ്റ്, ദാറ്റ്സ് നോട്ട് എ, അതൊരു പ്രശ്നമല്ല. എത്ര പേര് വിചാരിക്കുന്നുണ്ട് സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും? ആൻസർ
യെസ്, ആവണി ഉണ്ണി വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒറ്റ ആളേ ഉള്ളൂ. യെസ്, കുറച്ച് ആൻസേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. യെസ് യെസ് യെസ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്പം സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. നമുക്കൊന്ന് കുറച്ച് ഒരു ഐഡിയാസ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഗേറ്റ് കീപ്പർ ആവാൻ ബേസിക് നോളജും ബേസിക് സ്കിൽസും പിന്നെ അതിന് വേണ്ടിയിട്ട് ടൈമും എനർജിയും സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ മതി. ഈ 3 ഫാക്ടേഴ്സ് മാത്രമേ വളരെ എന്താ പറയുക വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തികളാണ്, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്നത് സൂയിസൈഡ് പ്രിവെൻഷനിൽ. സോ ലെറ്റ് us see എങ്ങനെയാണ് നമുക്ക് ഈ ഗേറ്റ് കീപ്പർ ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും നോക്കാം. സോ ഐ എം ആസ്കിങ്, ആർ യു റെഡി ടു ആക്ട് ആസ് എ ഗേറ്റ് കീപ്പർ? ഇഫ് യെസ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സൂയിസൈഡ് ആൻഡ് സെൽഫ് ഹാം. 2 കൺസെപ്റ്റ് ആണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്ന് സൂയിസൈഡ്, നെക്സ്റ്റ് വൺ ഈസ് സെൽഫ് ഹാം. എന്താണ് നോക്കാം. സൂയിസൈഡ് യു മേ നോ ഇറ്റ്, ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നുകൂടി പറയാം. സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് എൻഡിങ് വൺസ് ലൈഫ്, അതായത് ഒരാളുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു ആക്ട് ആണ് അല്ലേ. ആ ആക്ടിന് പുറകെ അതായത് ബിഹൈൻഡ് there may be sense of hopelessness and helplessness. It could be planned or impulsive. അതായത് പ്ലാൻഡ് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ, ആഴ്ചകൾ, ഈവൻ മാസങ്ങൾ എടുത്തിട്ട് സൂയിസൈഡിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ക്ലിനിക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഇമ്പൾസീവ് ആയിട്ട്, അതായത് പരീക്ഷ തോറ്റു ഉടനെ സൂയിസൈഡ് ചെയ്യാം. അപ്പം ഇമ്പൾസീവ് ആയിട്ടും കാണാം. പക്ഷെ സെൽഫ് ഹാം എന്ന് എന്താ നോക്കാം. സെൽഫ് ഹാം എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറി ആണ്. അത് സ്വയം ഏൽപ്പിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി, അതായത് ബ്ലേഡ് കൊണ്ടുള്ള മുറിക്കലാവാം, തലതല്ലലാവാം, തല ചുമരിട്ടടിക്കലാവാം, കുഡ് ബി എനി ആക്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഇതേപോലെയുള്ള നമ്മൾ വിചാരിക്കുന്ന ഒരാള് കൈമുറിച്ചു വരുന്നു, അല്ലെ തലയിട്ടടിക്കുന്നു, നെഞ്ഞത്തടിക്കുന്നു, അല്ലെ നമ്മളൊക്കെ കാണാറുണ്ട്, സിനിമയിലൊക്കെ കാണാറുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിലും കാണാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ചെയ്ത് കാണും. അതായത് അതൊരു വേ ഓഫ് എക്സ്പ്രസിങ് ഡിസ്ട്രസ് ആണ്. അപ്പൊ നമ്മൾ അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ചിലപ്പം കട്ട് ചെയ്തൊക്കെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അത് ശരിക്കും അവരുടെ വേ ഓഫ് എക്സ്പ്രസിങ് ഡിസ്ട്രസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ അറ്റൻഷൻ സീക്കിംഗ്. അറ്റൻഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഒരിക്കലും വില കുറച്ച് കാണരുത്. കാരണം അവിടെ റിസ്ക് കൂടുതലാണ്, റിസ്ക് ഉണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് അത് ഇങ്ങനെ വരുന്നത് ഒരു വേ ഓഫ് എക്സ്പ്രസിങ് ഡിസ്ട്രസ് ആണ്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ്. അത് സൂയിസൈഡിലേക്ക് പോകുന്നില്ല, അതിനു മുമ്പേ അവരുടെ ബുദ്ധിമുട്ടുകളായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു മെത്തേഡ് ആയിട്ടാണ് ഈ സെൽഫ് ഹാമിന് കാണുന്നത്. ഇറ്റ്സ് മോർ അബൌട്ട് സ്റ്റേയിങ് അലൈവ് ദാൻ ടേക്കിംഗ് വൺസ് ലൈഫ്. എനിക്ക് കുറെ ക്ലിനിക്കിലൊക്കെ വരുന്ന പേഷ്യൻസ് നമ്മളോട് പറയാറുണ്ട്, സാറേ ഞാൻ എന്തിനാ കട്ട് ചെയ്തെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയും, സാർ ഞാൻ അപ്പൊ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഹാങ് ചെയ്തു പോകും. അപ്പൊ എനിക്കറിയാം ഹാങ് ചെയ്താൽ ഞാൻ മരിച്ചു പോകും. അതിൽ നല്ലത് ചെറിയ കട്ടൊക്കെ ഇട്ടാൽ ഈ കുറച്ചൊരു റിലീഫ് കിട്ടുന്ന പോലെ, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. പിന്നെ പക്ഷെ അത് അപ്പോഴും നമുക്ക് എന്തും ചെയ്യാൻ പാടില്ല, റിസ്ക് ഫോർ ഡെത്ത് കനോട്ട് ബി ഇഗ്നോർഡ്. അവിടെയാണ് പ്രശ്നം. ഈ ഒരു സെൽഫ് ഹാമിലും റിസ്ക് ഫോർ ഡെത്ത് ഉണ്ടാവാം. സോ വി കനോട്ട് ബി ഇഗ്നോർഡ്. അപ്പൊ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള സൂയിസൈഡ് ആൻഡ് സെൽഫ് ഹാം. അത് അറ്റൻഷൻ സീക്കിംഗ് എന്നുള്ളൊരു സംഗതി യു ബീങ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ട്രെയിനീസ് അത് ഒരിക്കലും ആ ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണെന്ന് ഒരിക്കലും നമ്മളിനി പറയാൻ പാടില്ല. നമ്മൾ ഇനി നോക്കേണ്ട ബേസിക് കൺസെപ്റ്റിൽ ഒന്നാണ് വാർണിംഗ് സൈൻസ്. ഈ മിക്ക സൂയിസൈഡ് ചെയ്ത ആൾക്കാരും അല്ലെ സൂയിസൈഡിന് മുമ്പേ നമുക്ക് പല ആൾക്കാരും വാർണിംഗ് സൈൻസ് തരും. അതായത് അവരെന്തെങ്കിലും ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ എന്ന് അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. അത് നേരിട്ട് ഇങ്ങനെ ഒരു വാചകത്തിലൂടെ ആയിരിക്കില്ല പറയാം, ചില സയൻസ് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് ആ സയൻസ്? ബീങ് എ ഗേറ്റ് കീപ്പർ ഇൻ സൂയിസൈഡ് പ്രിവെൻഷൻ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാർണിംഗ് സൈൻസ് ആണ് പറയാൻ പോകുന്നത്. വളരെ കുറച്ചാണ് ഞാൻ പറയുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർണിംഗ് സൈൻസ്. ഒന്ന്, ടോക്കിംഗ് അബൌട്ട് വാണ്ടിങ് ടു ഡൈ, മരിച്ചാൽ മതിയായിരുന്നു, അല്ലെ നമ്മൾ കോഴിക്കോടൻ ഭാഷയിലൊക്കെ പറയാൻ ചത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. പിന്നെ മരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സംഗതികളൊക്കെ തരിക. അതായത് ഇപ്പൊ മെഡിക്കൽ ഇതിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും, ഈ 10 പാരസെറ്റമോൾ എടുത്താലാണോ കൂടുതൽ ഫാറ്റൽ ആവുക അല്ലെങ്കിൽ 20 എണ്ണം വേണോ? മനസ്സിലായോ? അപ്പം അത് ഒരു അക്കാഡമിക് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ഡിസ്ട്രസ്ഡ് ആൾ ഇത് ചോദിക്കുമ്പോൾ നമുക്ക് ആ ചോദ്യത്തിൽ എന്തോ ഒരു പന്തികേട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചില ആൾക്കാർ പറയും ഫീലിംഗ് ഹോപ്പ്ലെസ് ഓർ ഹാവിംഗ് നോ റീസൺ ടു ലിവ്, ജീവിക്കാൻ ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, തോന്നുന്നില്ല, വളരെ നിരാശ തോന്നുന്നു. ഇങ്ങനെയൊക്കെ പല ആൾക്കാരും ചിലപ്പോൾ ഒരു വട്ടെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളത് മനസ്സിലാക്കാൻ പറ്റായിട്ടാണ്. ടോക്കിംഗ് അബൌട്ട് ഫീലിംഗ് ട്രാപ്ഡ്, അത് ഇങ്ങനെ
ചിലർ പറയും ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയി, ഇങ്ങനെ അവസ്ഥയിൽ എനിക്ക് ഇങ്ങനെ ഒരു ജീവിതത്തിലായിപ്പോയി, ഇങ്ങനെ വന്നുപോയി, അല്ലെ അസഹനീയമായ ബുദ്ധിമുട്ട് തോന്നുന്നു ഈ ഒരു ഘട്ടത്തിൽ. ഇങ്ങനെയുള്ള സംഗതികൾ, ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതോടൊപ്പം ചിലർ പറയാം ഞാൻ വീട്ടുകാർക്കൊക്കെ ഭാരമായി, മറ്റവർക്ക് ഭാരമായി. പ്രത്യേകിച്ചും ക്രോണിക് ഇൽനെസ് ഉള്ള വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഭാരമായി, അല്ലെ മക്കൾക്ക് ഭാരമായി, അങ്ങനെയൊക്കെ പറയാം. പിന്നെയാണ് പറയാറുള്ളത് ചില ആൾക്കാർ, പ്രത്യേകിച്ചും മെയിൽസ്, അവരുടെ ആൽക്കഹോൾ സബ്സ്റ്റാൻസ് അബ്യൂസ് ഒക്കെ ഉപയോഗിക്കുന്നത് കൂടി വരാനുള്ള സാധ്യത, അതൊരു വാർണിംഗ് സൈൻ ആണ്. കൂടുതൽ നമ്മൾ ടെൻഷൻ അടിച്ച് കാണുക, അത് വളരെ അസ്വസ്ഥരായിട്ട് ഇരിക്കുക, പ്രതിക്കേടുള്ള, അതായത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള ഒരു പ്രകൃതമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിന് ശേഷം കാണുന്ന അവസ്ഥ, അതൊരു വാർണിംഗ് സൈൻസ് ആവാം. പിന്നെ കുറേ ഉറക്കം കൂടുക അല്ലെങ്കിൽ ഉറക്കം വളരെയധികം കുറയാം, ഇതൊരു വാർണിംഗ് സൈൻ ആണ്. പിന്നെ വിഡ്രോയിങ്, അതായത് പെട്ടെന്ന്, അതായത് എന്തെങ്കിലും ഡിസ്ട്രസ് ഉണ്ടായ സംഭവങ്ങൾക്ക് ശേഷം അവര് സാധാരണ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒക്കെ കുറച്ചൊന്ന് വിഡ്രോ ആവുക, അല്ലെങ്കിൽ അവർക്ക് തോന്നുക ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എനിക്ക് ആരും ഇല്ല, അങ്ങനെയും വരാം. ഒന്ന് അവർ പിൻവലിയുന്നു, ഒന്ന് അവർക്ക് ഫീൽ ചെയ്യുന്ന അവർ ഒറ്റയ്ക്കായി പോയി എന്നുള്ളത്. പിന്നെ റേജ് ഓർ ടോക്കിംഗ് അബൌട്ട് സീക്കിംഗ് റിവെഞ്ച്, അതായത് ചിലർ പറയാൻ, പ്രത്യേകിച്ച് കുട്ടികൾ, അഡോളസൻസ് പറയുന്ന ഒരു സംഗതി, പരീക്ഷ തോറ്റു, അച്ഛനും അമ്മയൊക്കെ ഇനി എന്താ പറയാ എന്നെ കളിയാക്കി, അല്ലെ അനിയൻ എന്നെ കളിയാക്കി, ഞാൻ കാണിച്ചു കൊടുക്കാം. ചില സ്ത്രീകൾ പറയുന്നത് ക്ലിനിക്കിൽ ഞങ്ങൾ കേട്ടതാണ്, എന്റെ ഭർത്താവ് എന്നും എന്നെ ഉപദ്രവിക്കും, ഇനി അയാൾ ഉപദ്രവിച്ചാൽ ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കാം. അത് ഉദ്ദേശം അവര് സൂയിസൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയും ഇത് മാത്രമല്ല, ഒരുപാട് വാർണിംഗ് സൈൻസ് നമുക്ക് കാണാം. കാരണം വാർണിംഗ് സൈൻസ് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. ഇത് നമ്മുടെ റിസർച്ചുകൾ പറയുന്ന കുറച്ച് വാർണിംഗ് സൈൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വാർണിംഗ് സൈൻസ് ഉണ്ട്, വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് തരുന്ന വാർണിംഗ് സൈൻസ് ഉണ്ടാവും. അത് അയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കായിരിക്കും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. മനസ്സിലാക്കാൻ നിർബന്ധമില്ല, പക്ഷെ അവരോടായിരിക്കും അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്നുള്ളതാണ് ഡിസ്പ്ലേയിങ് എക്സ്ട്രീം മൂഡ് സീൻസ്. ചില സമയത്ത് സന്തോഷമായിരിക്കും, സങ്കടമായിരിക്കാം, അങ്ങനെ ഈ മൂഡ് മാറി മാറി വരാനുള്ള സാധ്യത കൂടുതലാണ്. വാട്ട് വി നീഡ് ടു ഡു, ടേക്ക് ഓൾ സൈൻസ് സീരിയസ്ലി. ഇപ്പൊ ഇത്രയും വാർണിംഗ് സൈൻസ് നമ്മൾ ഒരു ഡിസ്ട്രസ് സിറ്റുവേഷനിൽ ഒരാളിൽ കാണുകയാണെങ്കിൽ വി ഹാവ് ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഇനി അടുത്തൊരു സംഗതി, ഗേറ്റ് കീപ്പേഴ്സ് അല്ലെങ്കിൽ എല്ലാവരും തന്നെ സൂയിസൈഡ് പ്രിവെൻഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട സംഗതികളാണ് റിസ്ക് ഫാക്ടേഴ്സ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ഉള്ളവരാണ്, എന്തൊക്കെയാണ് ഈ സൂയിസൈഡിലേക്ക് നയിക്കുന്ന അപകട സാധ്യതകൾ, അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന്, പ്രീവിയസ് സൂയിസൈഡ് അറ്റംപ്റ്റ്സ്. അത് ഒരു വ്യക്തിക്ക്, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഒരു അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ വീണ്ടും നടത്തില്ല, അത് വളരെ സൂയിസൈഡിനെ പറ്റിയുള്ള മിഥ്യാധാരണയാണ്. അപ്പം പ്രീവിയസ് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഉള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. കാരണം അവര് ശരിക്കും അത് പിന്നീട് ഒരു ഡിസ്ട്രസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ആത്മഹത്യ ശ്രമം നടത്താനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പ്രീവിയസ് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഉള്ള ആൾക്കാർ വളരെ കെയർഫുൾ ആയിരിക്കണം. അതോടൊപ്പം മെന്റൽ ഡിസോർഡേഴ്സ്, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ, അങ്ങനെയുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരെയും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. അത് വളരെ മേജർ റിസ്ക് ഫാക്ടേഴ്സിൽ ഒന്നാണ്. അതോടൊപ്പമാണ് കോക്കറിംഗ് മെന്റൽ ആൻഡ് സബ്സ്റ്റാൻസ് യൂസ് ഡിസോർഡേഴ്സ്. അതായത് സൈക്കാട്രിക് ഇൽനെസ് ഉണ്ട്, സബ്സ്റ്റാൻസ് യൂസ് ഡിസോർഡേഴ്സ് ഉണ്ട്. ഇത് വളരെ കെയർഫുൾ ആയിരിക്കണം. അതിന് കൂടെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അതായത് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി, ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയും. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരും നമ്മളെ കെയർഫുൾ ആയിരിക്കണം. വേറെ ഒരു മേജർ റിസ്ക് ഫാക്ടർ ആണ് ഫാമിലി ഹിസ്റ്ററി ഓഫ് സൂയിസൈഡ്. ഫാമിലി ഇതേപോലെ ആർക്കെങ്കിലും സൂയിസൈഡ് ഉണ്ടായിട്ടുണ്ട്, അതായത് പാരന്റ്സ് ആവാം, സിബ്ലിങ്സ് ആവാം, ഈവൻ ഗ്രാൻഡ് പാരന്റ്സ് ആവാം, അത് വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ എടുത്തുചാട്ടക്കാർ കൂടുതൽ, അതായത് വളരെ ഇമ്പൾസീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവർ, അഗ്രസീവ് ടെൻഡൻസി ഉള്ള ആൾക്കാർ, ചിലർ വളരെ വളരെ എടുത്തുചാട്ടം കൂടുതലായിരിക്കും, ചില ആൾക്കാർ വളരെ അഗ്രസീവ് ആവുന്ന ടെൻഡൻസി ഉള്ളവരായിരിക്കും. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ വിത്ത് ദീസ് പീപ്പിൾ. പിന്നെ എന്നുള്ളത് ബാരിയേഴ്സ് ടു ആക്സസിങ് മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ്, അതായത് ചില ഡിസ്ട്രിക്റ്റിലെ ചില സ്ഥലങ്ങളിലൊന്നും ഒരു മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ റിസ്ക് ഫാക്ടേഴ്സ്, റിസ്ക് കൂടുതലുള്ളവരാണ്. അതോടൊപ്പം അൺവില്ലിംഗ്നെസ് ടു സീക്ക് ഹെൽപ്പ്, അതായത് സ്റ്റിഗ്മയാണ് അല്ലെ, കാരണം ഒരു സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോവുക, ഒരു സൈക്കോളജിസ്റ്റിന് അടുത്ത് പോവുക, കൗൺസിലിംഗ് പോവാന്ന് പറഞ്ഞാൽ ഇപ്പോഴും വളരെ എഡ്യൂക്കേറ്റഡ് എന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ നാട്ടില് അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അല്ലെങ്കിൽ നാണക്കേട് ഫീൽ ചെയ്യും. അടുത്ത കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഈ അടുത്തുണ്ടായിട്ടുള്ള വ്യക്തി ബന്ധങ്ങളിലോ സാമൂഹ്യ ബന്ധങ്ങളിലോ ജോലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാവുന്ന പെട്ടെന്നുണ്ടായിട്ടുള്ള സ്ട്രെസ്സേഴ്സ്, നഷ്ടങ്ങൾ, ഇത് വളരെ
അധികം റിസ്ക് കൂട്ടുന്ന ഒരു സംഗതിയാണ്. പിന്നെ എന്നുള്ളത് ക്രോണിക് ഫിസിക്കൽ ഇൽനെസ്, അതായത് ദീർഘനാളായിട്ട് ഉണ്ടാകുന്ന ക്യാൻസർ, HIV, AIDS, അതും അല്ലെങ്കിൽ ചില ആൾക്കാർ ഡയബറ്റിക് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഒരു ബേർഡ്, ഞാൻ മറ്റുള്ളവർക്ക് ഭാരമായി എന്ന് തോന്നിയിട്ട് സൂയിസൈഡ് റിസ്ക് കൂടി വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്നുള്ള ഈസി ആക്സസ് ടു ലെത്തൽ മെത്തേഡ്സ്, അതായത് മരിക്കാൻ നമ്മൾക്ക് സഹായിക്കുന്ന ഘടകങ്ങൾ കൂടുതലുള്ളത്. ഉദാഹരണം എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡ് അല്ലെ, വളരെ ഈസിയാണ് ഒരു മെഡിക്കൽ ഫീൽഡിൽ വരുന്ന ഡോക്ടർ ആവട്ടെ, നഴ്സ് ആവട്ടെ, ഫാർമസിസ്റ്റ് ആവട്ടെ, വളരെ ഈസിയാണ് ഈ ലെത്തൽ മെത്തേഡ്സ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നമുക്ക് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സംഗതിയാണ്. ഞാനൊരു പ്രിവെന്റീവ് സ്റ്റോറി പറയാം. തമിഴ്നാട്ടില് ഈ കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്നത് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു ഡോക്ടർ ലക്ഷ്മി വിജയകുമാർ, ഷീ ഈസ് വെരി എന്താ പറയുക റിനൗൺഡ് സൂയിസൈഡ് പ്രിവെന്റിംഗ് സൈക്യാട്രിസ്റ്റ് ആണ്. ആള് ഒരു സ്റ്റഡി ചെയ്തു, ഒരു ഇന്റർവെൻഷൻ സ്റ്റഡി ചെയ്തു. അതായത് ഈ കർഷകർക്ക് ഈ പെസ്റ്റിസൈഡ്സ് കിട്ടുന്നതിന്റെ ആക്സസിബിലിറ്റി വളരെ സ്ട്രിഞ്ചന്റ് ആയി, വളരെ ബുദ്ധിമുട്ടായി, വളരെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഈ ഇത് കിട്ടുള്ളൂ. അങ്ങനെയാക്കിയ സമയത്ത് അവിടെ കർഷകർക്കിടയിൽ ആത്മഹത്യ വളരെയധികം കുറയും. അപ്പൊ അതൊരു വളരെ ഇന്ത്യൻ ഒരു സ്റ്റഡി വളരെ നന്നായിട്ട് ബ്യൂട്ടിഫുള്ളി ചെയ്തൊരു സംഗതിയാണ്. അപ്പൊ ആക്സസിബിലിറ്റി ഉണ്ടെങ്കിൽ, ലെത്തൽ മെത്തേഡ്സ് ആക്സസിബിലിറ്റി ഉണ്ടെങ്കിൽ അവർ വളരെ റിസ്കി ആണ്. പിന്നെ എന്നുള്ളത് ഇൻഫ്ലുവൻസ് ഓഫ് സിഗ്നിഫിക്കന്റ് പീപ്പിൾ. ഇപ്പൊ നേരത്തെ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മാഡം പറഞ്ഞു, അത് രജ്പുത്തിന്റെ ഡെത്ത്, അതോടൊപ്പം മറ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആൾക്കാർ, സെലിബ്രിറ്റീസിന്റെ ഡെത്ത്, ഫാമിലി മെമ്പേഴ്സിൻ്റെത്, ഇതെല്ലാം വളരെ കണ്ടേജിയസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു സൂയിസൈഡ് ഈസ് വെരി കണ്ടേജിയസ്. അപ്പം അത് ഇങ്ങനെ സെലിബ്രിറ്റീസിന്റെ, ഫാമിലി മെമ്പേഴ്സിന്റെ, പിയേഴ്സിന്റെ ഒക്കെ ഡെത്ത്, അത് മറ്റുള്ളവർക്കും സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് ഇതേ രീതി അല്ലെ ഇതേ മെത്തേഡ് ഓഫ് ഡൈങ്, മെത്തേഡ് ഓഫ് കോപ്പിംഗ്, മെത്തേഡ് ഓഫ് ഗോയിങ് അവേ, അത് മിമിക് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ എന്നുള്ളതാണ് ഇൻഅപ്രോപ്രിയേറ്റ് മീഡിയ റെപ്രസെന്റേഷൻ. നമുക്കറിയാം, നമ്മൾ പത്രം എടുത്തു കഴിഞ്ഞാൽ ആത്മഹത്യയെ പറ്റി വളരെയധികം വളരെ ഗ്ലോറിയസ് ആയിട്ടാണ് എഴുതുക അല്ലെ. നമുക്ക് എടുത്ത് ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളാരും പറഞ്ഞില്ല, നമ്മളൊരു ഓർത്തോപെഡിക് സ്പെഷ്യലിസ്റ്റ് അല്ലെ, ഒരു സ്ട്രെസ് വന്ന സമയത്ത് സർജറിക്ക് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വിചാരണ നേരിട്ടു അങ്ങനെയൊക്കെ. പക്ഷെ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള മരണമൊക്കെ, സുശാന്ത് രജ്പുത്തിനെ പറ്റിയുള്ള മരണമൊക്കെ മീഡിയ എന്തോരം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണ് മീഡിയ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ പല സ്റ്റഡീസും ജപ്പാൻ, സ്വീഡനിലൊക്കെ പല സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട്, ഈവൻ ഇന്ത്യൻ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇൻഅപ്രോപ്രിയേറ്റ് മീഡിയ റെപ്രസെന്റേഷൻ സൂയിസൈഡ് റിസ്ക് കൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ സൂയിസൈഡ് കണ്ടേജിയൻ ആകുന്നതിൽ ഈ മീഡിയ വളരെയധികം റോളും പങ്കുവഹിക്കുന്നുണ്ട്, അത് റോൾ ഉണ്ട്. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് റിസ്ക് ഫാക്ടേഴ്സ് ഓൾസോ. മറ്റൊന്നാണ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ബിലീഫ്സ്. അത് റിലീജിയസ് ബിലീഫ് ഉണ്ടല്ലേ, ഹിന്ദുസിനിടയ്ക്ക് ആത്മഹത്യ പാപമൊന്നുമല്ല അല്ലെ, ആത്മഹത്യ വളരെ എന്താ പറയാ ധീരരെ ആത്മഹത്യ ചെയ്യുള്ളൂ. അപ്പം പ്രത്യേകിച്ച് നമ്മളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു രജ്പുത്ത് വിഭാഗത്തിനിടയ്ക്കൊക്കെ ആത്മഹത്യ വളരെ ഗ്ലോറിഫൈഡ് ആണ്. അതൊരു നമ്മുടെ കൾച്ചറൽ റിലീജിയസ് ബിലീഫ്സ് ആണ്. സോ അത് റിസ്ക് ഫാക്ടർ ആണ്. പക്ഷെ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പ്രീവിയസ് സൂയിസൈഡ് അറ്റംപ്റ്റ്, ഫാമിലി ഹിസ്റ്ററി, മെന്റൽ ഡിസോർഡർ, ഇതെല്ലാം വളരെ മേജർ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സൂയിസൈഡ് റിസ്ക് അസസ് ചെയ്യാന്ന് നോക്കാം. അപ്പൊ സൂയിസൈഡ് റിസ്ക് അസസ് ചെയ്യാൻ അമേരിക്കൻ സൂയിസൈഡോളജിക്കൽ അസോസിയേഷൻ കുറച്ച് ചെറിയ നമ്മൾ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. സോ ദർ ഇസ് എ ഷോർട്ട് ഫോം, ഈസ് പാത്ത് 1. നമുക്ക് നോക്കാം അതിൽ ISPATHWARM എന്താണെന്നത്. ഈ I മീൻസ് ഐഡിയേഷൻ, സൂയിസൈഡിനെ പറ്റി ഐഡിയേഷൻ ഉണ്ടോ. നമുക്കൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. സൂയിസൈഡ് ഐഡിയേഷൻ ഉണ്ടോ, അവർക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടോ, ജീവിതത്തിൽ ഒരു ഉദ്ദേശം ഇല്ലാത്തൊരു അവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ടോ, ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുണ്ടോ, അവര് ട്രാപ്ഡ് ഫീലിംഗ് ഉണ്ടോ, ഹോപ്പ്ലെസ്നെസ് ഉണ്ടോ, പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, വിഡ്രോവൽ ആയിട്ടുണ്ടോ, അവർക്ക് ഭയങ്കര ദേഷ്യം അൺഎക്സ്പ്രസ്ഡ് ആവാം, അല്ലെ എക്സ്പ്രസ്ഡ് ആവാം, ആങ്കർ ഉണ്ടോ, പിന്നെ റെക്ലെസ്നെസ്, വളരെ കെയർലെസ് ആയി തുടങ്ങിയിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ, മൂഡ് ചേഞ്ച്. അപ്പം ഈ മൂഡ് ചേഞ്ച് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ദേഷ്യമാവാം, സങ്കടമാവാം, സന്തോഷമാവാം, അങ്ങനെ മാറി മാറി വരുന്നൊരു അവസ്ഥ. അപ്പോ ഈ പാത്ത് 1 എന്നുള്ള ഒരു ഇത് നമ്മൾ ഷോർട്ട് ഫോം ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഒരാളെ കാണുന്ന സമയത്ത്, സൂയിസൈഡ് റിസ്ക് ഉള്ള ആളെ കാണുന്ന സമയത്ത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് അസസ് ചെയ്യുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ ദർ ആർ മെനി വേസ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അത് 3 വേസ് ഓഫ് ആസ്കിങ് സൂയിസൈഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. One is indirect question, another one is direct question, and another one is
നോർമലൈസിങ് ക്വസ്റ്റ്യൻ. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മലയാളത്തിൽ നോക്കുക, ഡു യു ഫീൽ ലൈക്ക് ഗെറ്റിംഗ് അവേ ഫ്രം ഓൾ ഓഫ് ദിസ്? ഇതിൽ നിന്നൊക്കെ കഴിച്ചിലാവും അല്ലെ, കോഴിക്കോടൻ ഭാഷ ഉപയോഗിക്കുന്നത് കഴിച്ചിലാവും, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണോ നീ വിചാരിക്കുന്നേ? പിന്നെ നമ്മൾ ഇങ്ങനെയും ചോദിക്കാം, ഒരു എക്സാമ്പിൾ പറയുന്നു മാത്രം. അതായത് എനിക്ക് മനസ്സിലായത് നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വയം മരിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലര് വളരെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഹാവ് യു ബീൻ തിങ്കിങ് ഓഫ് കില്ലിങ് യുവർസെൽഫ്? അതായത് നമുക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ടോ, മലയാളത്തിലാണെങ്കിൽ, അല്ലെ ആത്മഹത്യയെ പറ്റിയാണോ നീ വിചാരിക്കുന്നത്? അപ്പൊ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യനും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനും അത്ര ഇഫക്റ്റീവ് അല്ല എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സോ ദെൻ വാട്ട് ഈസ് ഇഫക്റ്റീവ് ക്വസ്റ്റ്യൻ? ഇപ്പൊ നോർമലൈസിങ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അത് നോർമലൈസിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, അതായത് ആ വ്യക്തിയായിട്ട്, നമ്മളൊരു ഡിസ്ട്രസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നു, അയാളുടെ ആ അവസ്ഥ അല്ലെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നു, ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുന്ന സമയത്ത് ചിലര് വളരെ ഡിസ്റ്റർബ്ഡ് ആവാം, അങ്ങനത്തെ ആൾക്കാര് ചിലരെങ്കിലും ആത്മഹത്യയെ പറ്റിയൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ള ചിന്തകൾ തന്നെയാണോ നിനക്കും വരുന്നത്? മനസ്സിലായോ? ഈ രീതിയിലാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്. അല്ലാതെ നിനക്കിപ്പം മരിക്കാൻ തോന്നുന്നുണ്ടോ, നീ ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നല്ലത് ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ട്, ഒരു സെറ്റ് ചെയ്തിട്ട്, ആ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്തിട്ട് പറയാം. ഉദാഹരണത്തിന് MBBS ഫസ്റ്റ് ഇയർ ഫെയിൽ ആയ ഒരാളോടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം അയാളെ പേര് കിഷോർ എന്നാണ്. കിഷോർ ഇപ്പം ചില ഇങ്ങനെ എക്സാം ഒക്കെ ഇതുവരെ കിഷോർ ഒരിക്കലും ഫെയിൽ ആയിട്ടില്ല അല്ലെ, വളരെ റാങ്കോ കൂടിയിട്ടാണ് പാസ്സായി വന്നത്. അപ്പം ഫസ്റ്റ് ഇയർ ഒക്കെ കുറെ പേപ്പറുകൾ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള സമയത്ത് വളരെ വളരെ ഡിസ്റ്റർബ്ഡ് ആവും. അതോടൊപ്പം അവര് ചിലരെങ്കിലും ആത്മഹത്യയെ പറ്റി ചിന്തിക്കാറുണ്ട്. ഇങ്ങനെയുള്ള വല്ല ചിന്തകളും കിഷോറിന് വരുന്നുണ്ടോ, ഇങ്ങനെ ചോദിക്കാം. സോ ഇതാണ് ഒരു നോർമലൈസിങ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ദ ബെസ്റ്റ് വേ ഓഫ് ആസ്കിങ് സൂയിസൈഡിനെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് വേ ഓഫ് ആസ്കിങ് സ്റ്റൈലാണ് നോർമലൈസിങ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇഫ് യു കനോട്ട് ആസ്ക് ദ ക്വസ്റ്റ്യൻ, ഫൈൻഡ് സമ്മൺ ഹു കാൻ. കാരണം ചില നമ്മളെ കൊളീഗ്സിനോട് നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ പറ്റുന്നില്ല, അല്ലെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചോദിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ചോദിക്കാൻ പറ്റില്ല, വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് ചോദിക്കണം, എങ്കിൽ മാത്രമേ ആളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, ചില നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമിന് പോകുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സൂയിസൈഡിനെ പറ്റി, സൂയിസൈഡിന്റെ റിസ്ക് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ആളോട് നമ്മൾ സൂയിസൈഡിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ അയാളുടെ ആ ചിന്ത അങ്ങനെ ഇട്ട് കൊടുക്കുന്നതല്ലേ, സൂയിസൈഡിനെ പറ്റി ചിന്ത ഇട്ട് കൊടുക്കുന്നു, അത് അയാളിൽ സൂയിസൈഡിനെ തള്ളി വിടുവോ എന്നുള്ള ചോദ്യങ്ങൾ പല ട്രെയിനിങ് പ്രോഗ്രാമിലും നമ്മളോട് ചോദിക്കാറുണ്ട്. സോ ദെൻ ആൻസർ, സൂയിസൈഡിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഒരിക്കലും സൂയിസൈഡ് റിസ്ക് കൂട്ടില്ല. പക്ഷെ സൂയിസൈഡിനെ പറ്റി ചോദിക്കാതിരിക്കുന്നതാണ് സൂയിസൈഡ് റിസ്ക് കൂട്ടുക. സോ ഡോണ്ട് വറി ഇൻ ആസ്കിങ് സൂയിസൈഡ് ക്വസ്റ്റ്യൻസ്. സോ അസസ്മെന്റ് എങ്ങനെ ചെയ്യാൻ നോക്കാം ഒന്നുകൂടി. അപ്പൊ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിക്കണം, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എന്ത് മെത്തേഡാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചോദിക്കണം. കാരണം നിങ്ങൾ എല്ലാവരും മെഡിക്കൽ ഒരു ഏരിയയിൽ വരുന്നത് കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു ഇതുണ്ട്, മേജർ ഫാക്ട്, പ്രൊട്ടക്റ്റീവ് ഫാക്ട്. അതായത് പലർക്കും ആത്മഹത്യ റിസ്ക് ഉണ്ടാവാം, വളരെയധികം ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആവാം, പക്ഷെ സംതിങ് അവരെ പ്രിവെന്റ് ചെയ്യും. അതെന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണം എന്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ടീച്ചറായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ടീച്ചർ വളരെ ബുദ്ധിമുട്ടുണ്ട്, ഹസ്ബൻഡിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, മക്കള് നോക്കുന്നില്ല, ഷീസ് എ ഗവൺമെന്റ് സർവീസ്, പക്ഷെ ഭയങ്കര ഫാമിലി സിറ്റുവേഷൻ വളരെ മോശമാണ്. അങ്ങനെ വളരെ സൂയിസൈഡ് റിസ്ക് ഉണ്ട്. കാരണം ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഇത്രയും നാളും ഇങ്ങനെ വലിയ പ്രശ്നമില്ലാണ്ട് പോയി, പക്ഷെ നിങ്ങളെ മരണത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഒരു പിന്നോട്ട് വലിക്കുന്ന ഘടകം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു ആൻസർ ഉണ്ട്. ഞാൻ സാറേ 10ാം ക്ലാസ് പഠിപ്പിക്കുക, എന്റെ കുട്ടികൾ കെമിസ്ട്രി ടീച്ചറാണ്, സ്കൂൾ ഒറ്റൊരു കെമിസ്ട്രി ടീച്ചർ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ പോയാൽ ഈ കുട്ടികളെ കെമിസ്ട്രി പഠിപ്പിക്കാനൊന്നും ആരും ഉണ്ടാവില്ല, അപ്പം അവരെനിക്ക് വഴിയാധാരാക്കാൻ പറ്റില്ല, ആ കുട്ടികളാണ് എന്നെ പുറകോട്ട് വലിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്. അതോടൊപ്പം വേറൊരു ക്ലിനിക്കിൽ നമുക്ക് കണ്ട ഒരു കേസിൽ ഒരു മദർ വിത്ത് ചൈൽഡ്, അതേപോലെ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ അമ്മയും പറയുന്നത്, എന്റെ കുട്ടിക്ക് ഇപ്പൊ 1 വയസ്സായിട്ടുള്ളൂ, അപ്പൊ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളോട് പോകണം, കുട്ടി ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തോ ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടർ
ചില കേസിൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ വളരെ കൂടുതലായിരിക്കും, ചില കേസിൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മൾ ആ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ കൂടി കണ്ടുപിടിക്കാൻ നോക്കണം ഈ റിസ്ക് അസസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ എങ്ങനെയാണ് ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യുക? ഇപ്പൊ ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള രീതിയാണ് ഈ റിസ്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. റിസ്ക് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം: ഹൈ റിസ്ക്, മോഡറേറ്റ്, ലോസ് റിസ്ക്. അപ്പൊ ഹൈ റിസ്ക് ആണ് എന്ന് പറയണമെങ്കിൽ അവിടെ എന്താണ് ഫാക്ടർ നോക്കാം. ഒന്നുകിൽ അവിടെ ഒരു സൈക്യാട്രിക് ഇൽനെസ്സോ ഉണ്ടാവാം, ട്രിഗറിങ് ഇവന്റ്സ് ഉണ്ടാവാം, എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാവാം. ആബ്സെൻസ് ഓഫ് പ്രൊട്ടക്റ്റീവ് ഫാക്ടർ, ഞാൻ നേരത്തെ പ്രൊട്ടക്റ്റീവ് ഫാക്ടറിനെ പറ്റി പറഞ്ഞു. അപ്പൊ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ വളരെ കുറവല്ലേ ഇല്ലാതിരിക്കുക. ഇങ്ങനെയുള്ള സമയത്ത് ഒന്നുകിൽ അവർ പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടാവുക, റീസെന്റ് അറ്റംപ്റ്റ് ഉണ്ടായിരിക്കുക, പിന്നെ റെക്കറന്റ് തോട്ട്സ് അബൌട്ട് സൂയിസൈഡ്. ഈ രണ്ട് ഫാക്ടർ കൂടി വരുമ്പോഴാണ് അതിനെ ഹൈ റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ബെസ്റ്റ് പോസിബിൾ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ സൈക്കാട്രിക് സെറ്റപ്പിലെ അഡ്മിഷൻ തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം സൈക്കാട്രിക് കെയർ കിട്ടുന്നവരെ വളരെ വിജിലന്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ. ഇനി മോഡറേറ്റ് റിസ്ക് എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും? മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും, വളരെ കുറഞ്ഞ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ഉണ്ടാവും, ഐഡിയേഷൻ വിത്ത് പ്ലാൻ ഉണ്ടാവും, മരിക്കാനുള്ള ഒരു ആശയം, ഒരു ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ചിന്ത ഉണ്ടാവും. അപ്പം അതിലും നല്ലത് ഒരു ക്രൈസിസ് പ്ലാൻ ഉണ്ടാക്കണം. അതോടൊപ്പം അഡ്മിഷൻ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. നേരത്തെ പറഞ്ഞ പോലെ വളരെ വിജിലന്റ് ആയിട്ട് നമ്മൾ കൂടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഗേറ്റ് കീപ്പർ ഇരിക്കുകയും വേണം. പിന്നെ ലോ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്, ലോ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ, പക്ഷെ സ്ട്രോങ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടാവും, മരണത്തെ പറ്റിയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇങ്ങനത്തെ ലോ റിസ്ക് ആൾക്കാർക്ക് ഔട്ട് പേഷ്യന്റ് റെഫറൽ മതി. അതോടൊപ്പം ഒരു ഗേറ്റ് കീപ്പർക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും? ലോ റിസ്ക് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, മോഡറേറ്റ് ആൻഡ് ഹൈ റിസ്ക് ആണെങ്കിൽ പ്രിഫറബിളി ഇൻ പേഷ്യന്റ് കെയർ ആണ്. പിന്നെ ലോ റിസ്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഇന്റർവെൻഷൻ ചെയ്യാം. എങ്ങനെ എന്തൊക്കെ ചെയ്യാം? അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ബീങ് എ ഗുഡ് ലിസണർ ആൻഡ് പേ ഫുൾ അറ്റൻഷൻ, ബി വിത്ത് ദ പേഴ്സൺ ഓൾവേസ്. ഓക്കെ, അല്ലെങ്കിൽ മോസ്റ്റ് പോസിബിൾ ടൈം. പിന്നെ അങ്ങോട്ട് പോകണം, ഓഫറിംഗ് ഹെൽപ്പ് ബൈ ആസ്കിംഗ് ക്യാൻ ഐ ഹെൽപ്പ്. അത് നമ്മൾ ഡിസ്ട്രസ് കാണുന്ന ഒരാളാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു MBBS ഫസ്റ്റ് ഇയറിൽ പേപ്പർ പോയ ആൾക്കാർ, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി ചോദിക്കണം ക്യാൻ ഐ ഹെൽപ്പ് യു. ഓക്കെ. പിന്നെ ഡോണ്ട് ബി വെരി ജഡ്ജ്മെന്റൽ. എന്താ ജഡ്ജ്മെന്റൽ എന്ന് പറയാ? നീ ഇപ്പം MBBS കിട്ടി എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ചൊക്കെ കുഴപ്പിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ ജഡ്ജ്മെന്റൽ ആവാണ്. സോ അങ്ങനെ ജഡ്ജ്മെന്റൽ ആവരുത്, അത് വളരെ റിസ്ക് കൂട്ടുക ചെയ്യാം. പിന്നെ അതോടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ സപ്പോർട്ടീവ് ആയിരിക്കണം, പ്രതീക്ഷ കൂട്ടിയെടുക്കാൻ പറ്റണം. ഓക്കെ. പിന്നെ അവരായിട്ടൊരു വളരെ റിസ്ക് ഉണ്ടെങ്കിൽ അവരായിട്ടൊരു കോൺട്രാക്റ്റില്, നമ്മൾ റിട്ടേൺ കോൺട്രാക്ട് എന്നാ പറയാ. അതായത് എനിക്ക് പ്രോമിസ് ചെയ്യണം, അതായത് നീ ഒരിക്കലും മറ്റൊരു വഴി കാണുന്നവരെ എന്നോട് പ്രോമിസ് ചെയ്യണം, ഞാൻ മരിക്കില്ല എന്ന് എഴുതി വാങ്ങിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ക്ലിനിക്കിൽ കൂടുതൽ ഇത് എഴുതി വാങ്ങിക്കുകയും ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ യു ക്യാൻ ആസ്ക് ദം ഗിവിംഗ് എ പ്രോമിസ്, വെർബൽ കോൺട്രാക്ട്. പിന്നെ ഒരു ക്രൈസിസ് പ്ലാൻ, ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ? നമുക്ക് അവർക്ക് കുറച്ച്, അത് ഒരു ലോ റിസ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് ഡിസ്ട്രാക്ഷൻ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാം. ഉദാഹരണത്തിന് TV കാണാൻ പറയാം, പെയിന്റിങ്, ഡ്രോയിങ്, ഷോപ്പിംഗ്. ചിലപ്പോൾ ഇതൊന്നും പറ്റില്ല കേട്ടോ, ചിലർക്ക് ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് ഒന്നും പറ്റുണ്ടാവില്ല. പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറയാം, വാക്കിംഗ് ഓർ എക്സസൈസിങ്. അങ്ങനെ ചെയ്യുന്നത് വളരെയധികം എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അവരോട് അവരുടെ ചിന്തകളെ പറ്റി, ബുദ്ധിമുട്ടുകളെ പറ്റി എഴുതാൻ പറയാം. പക്ഷെ ചിലര് അങ്ങനെ എഴുതുന്നത് തന്നെ വളരെ ഡിസ്ട്രസിങ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് ഡിസ്ട്രസിങ് ആയിരിക്കുമെങ്കിൽ അത് നമ്മൾ നിർബന്ധിക്കരുത്. പിന്നുള്ളത് പറയാനുള്ളത്, അവരോട് അവർ സ്വയം ഓർമ്മിപ്പിക്കാൻ പറയാം. ഐ ഹാവ് പ്രോമിസ്ഡ് മൈ ഫ്രണ്ട് ധീരജ് ദാറ്റ് ഐ വോണ്ട് ഹേർട്ട് മൈസെൽഫ്. അങ്ങനെ പറയാം. അപ്പൊ അവർ കുറച്ചുകൂടി അതിങ്ങനെ ബ്രെയിനിൽ റിമൈൻഡർ കിടക്കും. അത് തന്നെ ആ റിസ്ക് കുറയ്ക്കും. പിന്നെ അതോടൊപ്പം വളരെ നമ്മളെ ക്ലോസ് ഫ്രണ്ട്സിനെ വിളിക്കുക, സംസാരിക്കുക, പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതൊക്കെ നമ്മളുടെ ഇന്റർവെൻഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു കൗൺസിലറെ വിളിക്കുക, ഒരു ഹെൽപ്പ് ലൈൻ വിളിക്കുക, നമ്പർ കൊടുക്കുക. ഇതെല്ലാം നമുക്ക് ഇന്റർവെൻഷന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന. ഓർക്കണം, നമ്മൾ ലോ റിസ്ക് ആൾക്കാർക്ക് ഇത് പറ്റുള്ളൂ, അല്ലെങ്കിൽ ലോ ടു മോഡറേറ്റ് റിസ്ക്. മോഡറേറ്റ് ആൻഡ് അബോവ് ആണെങ്കിൽ നമുക്ക് ഈ ടെക്നിക്സ് പഠിക്കുന്നുണ്ടാവില്ല, ഇൻപേഷ്യന്റ് കെയർ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കുറച്ച് ഹെൽപ്പ് ലൈൻസ്. കണൽ കോഴിക്കോടുണ്ട്, മൈത്രി കൊച്ചിയിലുണ്ട്, ദിശ. ഇപ്പൊ ഞാൻ ഒന്ന് സമ്മപ്പ് ചെയ്യാമെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു suicide is a very contagion and suicide is a major public health problem and suicide preventable ആണ്, പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് suicide എന്ന് പറഞ്ഞത്. അപ്പൊ അതിലൊരു മേജർ പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജി ഗ്ലോബലി എവിഡൻസ് ബേസ് ഉള്ള ഒരു ടെക്നിക്കാണ്
അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് ഗേറ്റ് കീപ്പർ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഗേറ്റ് കീപ്പർ ആവാൻ ഏതൊരു വ്യക്തിക്കും പറ്റും. അവര് സൂയിസൈഡ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന അവര് ധരിക്കുകയും അതിനുവേണ്ടി കുറച്ച് നോളജ്, കുറച്ച് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുകയും എനർജിയും ടൈമും കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് സൂയിസൈഡ് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ഈ ലോകത്ത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം മുതൽക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞിരിക്കുന്നത് സൂയിസൈഡും സെൽഫ് ഹാമും തമ്മിൽ ഡിഫറൻസ് ആണ്. പിന്നെ നമ്മൾ വാർണിംഗ് സയൻസ് ഡിസ്കസ് ചെയ്തു, റിസ്ക് ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു, അതോടൊപ്പം സൂയിസൈഡ് റിസ്ക് അസസ്മെന്റ് എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി, അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം റിസ്കിന്റെ ലെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ലോ, മോഡറേറ്റ്, ഹൈ. അതെങ്ങനെയാണ് ലോ, മോഡറേറ്റ്, ഹൈ മനസ്സിലാക്കുന്നത് നമ്മൾ പറഞ്ഞു. ആ ലെവൽസിനനുസരിച്ച് എന്ത് ഇന്റർവെൻഷൻ ആണ് വേണ്ടതെന്ന് പറഞ്ഞു. ഒരു ലോ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇന്റർവെൻഷൻ ഗേറ്റ് കീപ്പർക്ക് കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഇതാ ഹെൽപ്പ് ലൈൻ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ലൈനിൽ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഇരിക്കുന്ന ആളോട് അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുന്ന ആൾക്ക് ഈ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുക്കാം. അപ്പം ഇത്രയാണ് സൂയിസൈഡ് പ്രിവെൻഷനെ പറ്റി എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ സൂയിസൈഡ് പ്രിവെൻഷന്റെ ബയോസൈക്കോ സോഷ്യൽ തിയറീസും അതിന്റെ വളരെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നിംഹാൻസിനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. അപ്പൊ അതുകൊണ്ട് കുറെ ഗേറ്റ് കീപ്പേഴ്സിന് നമുക്ക് കുറച്ച് ഒരു അറൌണ്ട് 1000+ ഗേറ്റ് കീപ്പേഴ്സ് നമുക്ക് എന്താ പറയാ ട്രെയിനിങ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുറെ സൂയിസൈഡ് പ്രിവെൻഷൻ അവർ നടത്തിയിട്ടുണ്ട്. സോ ഐ തോട്ട് ഓഫ് ടോക്കിംഗ് സംതിങ് ഫ്രൂട്ട്ഫുൾ ദാൻ തിയറി. വളരെ പ്രാക്ടിക്കൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഈ ഗ്രൂപ്പിന് നന്നാവുക എന്ന് കരുതിയിട്ടാണ് ഈ ഒരു സംഗതി പറഞ്ഞത്. അപ്പം എല്ലാവരും കേട്ടിരിക്കുന്നതിൽ ഞാൻ താങ്ക്സ് പറയുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കുക, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. സാർ, ഇപ്പൊ പറഞ്ഞ രീതിയിലൊക്കെ വെച്ചാൽ നമ്മളിപ്പോ ഒരു മെഡിക്കൽ വിങ് എന്നുള്ള രീതിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഇത് പോയിട്ട് കമ്മ്യൂണിറ്റി പോയിട്ട് ഇതിനെ കുറിച്ച് ബോധവൽക്കരണം നടത്താനൊക്കെ പറ്റുമോ? അതായത് ഞങ്ങൾ കൊടുക്കുമ്പോൾ, അതായത് സ്റ്റുഡൻസ് എന്നുള്ളൊരു രീതിയിൽ മാത്രം നോക്കുമ്പോൾ അത് എത്രത്തോളം സ്വീകാര്യമാകും, അല്ലെങ്കിൽ അത് എത്രത്തോളം ആധികാരികമാകും? നമ്മള് ആധികാരികത, സൂയിസൈഡിനെ പറ്റി കൃത്യമായിട്ടുള്ള അവബോധം നിങ്ങൾക്ക് ഉണ്ടാവാം. ഇതിപ്പോൾ വളരെ ഓറിയന്റേഷൻ ലെവലിലെ ഈ ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ട്രെയിനിങ് ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ഈ ഒരു ഏരിയയെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം ഇതിൽ ആധികാരികത എന്ന് പറയുന്നത് നമ്മളത് എന്ത് ഇൻഫർമേഷൻ ആണ് അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സൂയിസൈഡിനെ പറ്റിയുള്ള നമ്മൾ വളരെ കൺഫ്യൂസിങ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള തിയറീസും അതിന്റെ ബ്രെയിൻ മെക്കാനിസം ഒന്നും പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട. നമ്മൾ ഒരു സാധാരണ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് പറയാൻ ആധികാരികതയുടെ പ്രശ്നമല്ല ആവണി. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മളുടെ ഈ പല ട്രെയിനേഴ്സും ട്രെയിനിങ്ങിന് ശേഷം അവര് കമ്മ്യൂണിറ്റിയിൽ പോവുകയും ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുകയും ആ കമ്മ്യൂണിറ്റിയിൽ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടും സൂയിസൈഡിനെ പറ്റി അവബോധം ഉണ്ടാക്കാനും പ്രോബ്ലംസിൽ ആൾക്കാരെ കണ്ടുപിടിക്കാനും പ്രിവെന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ആധികാരികതയെ പറ്റി നമ്മൾ അത്രയധികം ഇപ്പം വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം പലപ്പോഴും നമുക്ക് സൂയിസൈഡിന്റെ ആ വാർണിംഗ് സൈൻ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതുപോലെ ആ റിസ്ക് ഫാക്ടേഴ്സ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നാ. ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രെസ് അനുഭവിക്കുന്ന ആളെ അങ്ങോട്ട് പോയി ഹെൽപ്പ് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും പറ്റും. ആധികാരികതയുടെ ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു 1 day ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതെല്ലാം. അത് മാത്രല്ല, ഇതിപ്പം നമ്മൾ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെടുത്തും നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സും വാർണിംഗ് സൈൻസും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഐ ഹോപ്പ് ഐ ഹാവ് ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. താങ്ക് യു സർ. അതുപോലെ സാർ, പിന്നെ കഴിഞ്ഞ ദിവസം വർഷ മാമിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതായത്
നേറ്റൽ ആൻഡ് പ്രീനേറ്റൽ, അതായത് മെറ്റേണൽ ഹെൽത്ത് എന്നുള്ള മെന്റൽ ഹെൽത്ത് എന്നുള്ള രീതിയിൽ. അപ്പൊ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മെറ്റേണൽ ഹെൽത്ത് ഒരു കമ്മ്യൂണിറ്റി ലെവലിലായിട്ട് സോഷ്യൽ വർക്ക് പോലെ ചെയ്യുന്നത് സാറിന്റെ ഒക്കെ നേതൃത്വത്തിലാണെന്ന് അന്ന് മാം ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ വർക്കാണ് അങ്ങനെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചാൽ അത് നല്ലതായിരുന്നു സാർ. നമ്മൾ ചെയ്യുന്നത് പെരിനേറ്റൽ മെന്റൽ ഹെൽത്തിനെ പറ്റിയായിരിക്കും ഡോക്ടർ വർഷ സംസാരിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെരിനേറ്റൽ നമ്മൾ കേരളത്തിന്റെ ഒരു സ്ഥിതി എടുത്തു കഴിഞ്ഞാൽ ആന്റിനാറ്റൽ പീരീഡിലെ സൂയിസൈഡ് ഒരു എനിക്ക് തോന്നുന്നു നാഷണൽ ആവറേജിനേക്കാളും കൂടുതലാണ്. മേ ബി ഐ എം റോങ്, പക്ഷെ ഈ അടുത്തുണ്ടായിട്ടുള്ള ഒരു മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റിൽ ഈ ആന്റിനാറ്റൽ സൂയിസൈഡ് വളരെ റിസ്ക് ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ശരിക്കും ഒരു പോസ്റ്റ്മോർട്ടത്തിൽ വരുന്ന ഡെത്തില് ഇപ്പം കാണുന്ന ആന്റിനാറ്റൽ സൂയിസൈഡ് ഡയറക്റ്റ് മെറ്റേണൽ മോർട്ടാലിറ്റി റിലേറ്റഡ് ആണെന്നാണ് WHO ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പം അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിലും ക്ലിനിക്കിലും ഒക്കെ ഇന്റർവെൻഷൻസ് ഇപ്പൊ ചെയ്തു വരുന്നുണ്ട്. കമ്മ്യൂണിറ്റിയിൽ വരുന്നത് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഹാൻസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ IMCHലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റോട് ചെയ്യുന്നത് IMCHൽ വരുന്ന പ്രഗ്നന്റ് ലേഡീസിനും പോസ്റ്റ്മോർട്ടം വിമനും നമ്മളൊരു ഹെൽപ്പ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ വന്നിട്ടില്ല, കാരണം അവിടെ പുറമേ ഉള്ളവർക്ക് നമുക്ക് ആ ഹെൽപ്പ് ലൈൻ ഇപ്പൊ കൊടുക്കുന്നില്ല, കാരണം അത് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ വരുന്നവർക്ക് നമ്മൾ നമ്പർ ഞാൻ പറയാം, 88442644 എന്ന് പറയുന്ന ഒരു 12 hour ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുക്കും. അവർക്ക് എന്തെങ്കിലും ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ വിളിക്കാം. അതോടൊപ്പം അവിടെ വരുന്ന OBGയിലെ 2 ദിവസത്തെ OPയില് മൺഡേ ആൻഡ് ഫ്രൈഡേ അവിടെ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കറോ ഇരിക്കും. അവിടെ OPയിൽ വരുന്ന മിക്ക മദേഴ്സിനെയും ആന്റിനാറ്റൽ മദറെയും ഇവിടെ സ്ക്രീനിങ്ങിന് വിധേയരാക്കും. അതായത് അവരുടെ സൈക്കോ സോഷ്യൽ റിസ്ക് മെഷർ അസസ് ചെയ്യും. അപ്പം ആ റിസ്ക് ഹയർ ദ റിസ്ക് higher the chance of having depression or anxiety or suicidal എന്നാണ്. അപ്പൊ അതിനനുസരിച്ച് വേണ്ട ഇമ്മീഡിയറ്റ് ഇന്റർവെൻഷൻ നമ്മൾ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. പിന്നെ റെഫറൽ കേസുകൾ കൊടുക്കും, അത് സൈക്കാട്രിസ്റ്റിനോ അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റിനോ ആർക്കായാലും നമ്മൾ ആ റെഫറൻസ് ചെയ്യും. കാരണം ഇംഹാൻസിൽ നമുക്ക് മൾട്ടി ഡിസിപ്ലിൻ ടീം ഉണ്ട്. അപ്പം കൂടുതലും IMCHന്ന് നമ്മൾ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും ഇവിടെ സൈക്കാട്രിസ്റ്റിനോ സോഷ്യൽ വർക്കറോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിക് നഴ്സിനോ ഇവിടേക്ക് റെഫർ ചെയ്യും, അപ്രോപ്രിയേറ്റ് ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. വളരെ ബേസിക്കലി കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു സംഗതി അംഗൻവാടി വർക്കേഴ്സിന് ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇംഹാൻസിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഈ സൈക്കോ സോഷ്യൽ റിസ്ക് അസസ്മെന്റ് എങ്ങനെ ചെയ്യാം, സൂയിസൈഡ് റിസ്ക് എങ്ങനെ ചെയ്യാം, അസസ്മെന്റ് എങ്ങനെ ചെയ്യാം, എങ്ങനെ റെഫർ ചെയ്യാം, ഇത് കൊടുക്കാം. അപ്പൊ ഇത്രയാണ് നമ്മൾ കമ്മ്യൂണിറ്റിയിലും ക്ലിനിക്കിലും നമ്മൾ ചെയ്യുന്ന ഇന്റർവെൻഷൻ. അതോടൊപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാനും വർഷയും OBG PGസിനും OBG നഴ്സിംഗ് PGസിനും ഈ മെറ്റേണൽ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടൊരു എനിക്കൊന്നൊരു 2-3 hours ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് ആൻഡ് സൂയിസൈഡ് ആസ്പെക്ട്സിലുള്ള സർവീസസ്. താങ്ക് യു സർ. ഈ ഒരു വിഷയത്തിൽ ഡൗട്ട്സ് ചോദിക്കാൻ നമ്മൾ ഗൂഗിൾ ഫോംസിലൂടെ ഒരു സെഷൻ വെച്ചിരുന്നു. അതിലൊരു ചോദ്യം അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചെയ്യുന്ന സൂയിസൈഡ് അറ്റംപ്റ്റ്സ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? അത്തരം ആൾക്കാർ വളരെ പെട്ടെന്ന് ലോൺലി ആകുന്ന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പോലത്തെ ഒരു സ്റ്റേഷനിൽ ആ തോട്ട് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പം ഇതില് അറ്റൻഷൻ സീക്കിങ്, അപ്പൊ ഞാൻ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു അല്ലെ, ദർ ഇസ് നോ അറ്റൻഷൻ സീക്കിങ്. അതായത് അവർക്ക് എന്തോ ഒരു ഡിസ്ട്രസ് ഉണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്, ദേ ആർ വെറീഡ് അബൌട്ട് ഇറ്റ്, ദേ ഡിസ്ട്രസ് അബൌട്ട് ഇറ്റ്. അപ്പൊ ഡിസ്ട്രസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതികളിൽ ഒന്നാണ് ഈ അറ്റൻഷൻ സീക്കിങ് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന സംഗതികൾ. ഉദാഹരണം ചിലര് കയ്യില് ഞാൻ പിന്നെ ആഴ്ന്നിട്ടുണ്ടാവില്ല, വളരെ ഔട്ടർ ലെയറിൽ ഒരു കട്ടൊക്കെ വരും, ഒന്നോ അല്ലെങ്കിൽ ഇതിലധികമോ, അല്ലെങ്കിൽ അതർ മെത്തേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാടും, ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ ഭീഷണി മുഴക്കുന്നവര്. അപ്പൊ ഈ ആത്മഹത്യാ ഭീഷണിയും ഇതേപോലുള്ള മാർക്സും അറ്റംപ്റ്റ്സും ഇതെല്ലാം
ഇറ്റ് ഈസ് ദെയർ വേ ഓഫ് എക്സ്പ്രസിങ് ഡിസ്ട്രസ്, വേ ഓഫ് കോപ്പിംഗ് മെക്കാനിസം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി നീഡ് ടു സിറ്റ് വിത്ത് ദം, വി നീഡ് ടു സിറ്റ് വിത്ത് ദം, വി നീഡ് ടു ടോക്ക് ടു ദം, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദെയർ ഡിസ്ട്രസ്. എന്നാൽ മാത്രമേ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അവര് വളരെ ലോൺലി ആവും. കാരണം എന്താ വെച്ചാല് അവരൊരു ഡിസ്ട്രസ് ഉള്ളത് കൊണ്ട് ആ ഡിസ്ട്രസ് അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്താവും? അവർക്ക് ഒന്നുകിൽ അവർ വിഡ്രോവൽ ആവും, അതായത് മറ്റുള്ള ഇന്ററാക്ഷൻ ഒക്കെ പുറകോട്ട് പോകാം. അതും അല്ലെങ്കിൽ എന്താവാം, അവർക്ക് തന്നെ ഫീലിംഗ് വരും, ഞാൻ ഒറ്റയ്ക്കായി പോയി, എനിക്ക് ആരുമില്ല. ഈ രണ്ട് ഫീലിംഗ് വ്യത്യസ്തമാണ് കേട്ടോ. ഒന്ന് നമുക്ക് വിഡ്രോവൽ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും അവരെ, പക്ഷെ ലോൺലിനെസ് ഒരു പക്ഷെ അവർ എക്സ്പ്രസ് ചെയ്താലും നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത് രണ്ടും ഒരാൾക്ക് തന്നെ ഫീൽ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഫലിക്കാം. എന്ത്? സോ അവരുടെ അടുത്ത് പോവാ, can I help you? Okay, sit with them, listen to their stories. Don't be ഒരിക്കലും ജഡ്ജ്മെന്റൽ ആവരുത്. അവര് ബുദ്ധിമുട്ടുകൾ കേൾക്കുക, അവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക, അവർക്ക് സപ്പോർട്ടീവ് ആയിരിക്കുക, ഹോപ്പ് ഇൻസ്റ്റിൽ ചെയ്യുക. വല്ലാണ്ട് ഡിസ്ട്രസ് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് സ്ട്രാറ്റജീസ് അവരോട് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അവരോട് ചോദിക്കണം, അവർക്കും സൂയിസൈഡ് റിസ്ക് ഉണ്ട് അല്ലേ, അവർക്ക് മരിക്കാൻ, അവരുടെ ഇങ്ങനത്തെ ചെറിയ ആക്ട് ആണെങ്കിൽ പോലും ഒരു പക്ഷെ ഡെത്ത് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ വാർണിംഗ് സൈൻസ്, റിസ്ക് ഫാക്ടേഴ്സ്, സൂയിസൈഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, നോർമലൈസിങ് ക്വസ്റ്റ്യൻ ചോദിക്കുക, റിസ്ക് ലെവൽ മനസ്സിലാക്കുക. ഹൈ റിസ്ക്, മോഡറേറ്റ് റിസ്ക് ആണെങ്കിൽ ഇൻപേഷ്യന്റ് കെയറിലേക്ക് റെഫർ ചെയ്യുക. ലോ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജീസ് ട്രൈ ചെയ്യാം. ഇത്രയാണ് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിലൊരു ക്വസ്റ്റ്യൻ അല്ല, അതുപോലെ തോട്ട് മാറ്റാൻ. ഈ സൂയിസൈഡിന്റെ കേസിൽ രണ്ട് സംഗതികളാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കണം. ഒന്ന് സൂയിസൈഡിനെ പറ്റിയുള്ള തോട്ട്, പിന്നെ അതിനെ തുടർന്നുള്ള ആക്ട് അല്ലേ. ഈ തോട്ട്, സൂയിസൈഡിൽ നമ്മൾ നോക്കേണ്ടത് ഈ തോട്ട് ഫ്ലീറ്റിംഗ് തോട്ട്സ് ആണ്, അതായത് വന്നു പോകുന്ന തോട്ട്സ് ആണ്. വളരെ വന്നു പോകുന്ന ഇങ്ങനെ തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് റിസ്ക് കുറവാണ്. പക്ഷെ വളരെ പേഴ്സിസ്റ്റന്റ് ആണ് തോട്ട്, അത് വളരെ റിക്കറന്റ് തോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ റിസ്ക് കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കണം. വളരെ ആവർത്തിച്ച് വരുന്നുണ്ടോ അല്ലെങ്കിൽ വന്നു പോകുന്ന തോട്ടാണോ? ആവർത്തിച്ച് വളരെയധികം വരുന്നുണ്ട്, കൂടുതൽ നേരം നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ നമ്മൾ നിൽക്കണം. വന്നു പോകുന്നേ ഉള്ളൂ, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്നു പോകുന്നതിന് റിസ്ക് കുറവാണ്. അപ്പം ആ തോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ലോ റിസ്ക് ആണ്, എല്ലാം കരുതിയിട്ട് എല്ലാം കൂടി എല്ലാ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ലോ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്ട്രാറ്റജി പറയാം. അല്ല, മോഡറേറ്റോ ഹൈ റിസ്ക് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ നമ്മൾ എന്ത് ചെയ്യണം? റെഫർ ചെയ്യണം. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തതാണ്. കാരണം തോട്ട് നമ്മൾ ഏത് തരത്തിലുള്ള തോട്ടാണ് എന്ന് നോക്കിയിട്ടാണ് അതിനനുസരിച്ച് നമ്മൾ ഇന്റർവെൻഷൻ അല്ലെ തോട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ പറയാം. ഓക്കെ സർ, മറ്റൊരു സംശയം, ക്രിയേറ്റീവ് തിങ്കിങ്ങും സൂയിസൈഡ് തോട്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ക്രിയേറ്റീവ് തിങ്കിങ്ങോ? അതാണ് ചോദിച്ചത്, ക്രിയേറ്റീവ് തിങ്കിങ് ആണോ? ഈ ചോദ്യം ചോദിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് പല വ്യക്തികളുടെയും കഥകളും ഒക്കെ കേട്ടത് കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നു അല്ലേ. കാരണം ക്രിയേറ്റീവ് തിങ്കിങ് സൂയിസൈഡൽ തോട്ടും അത് രണ്ടും രണ്ട് തന്നെയാണ്. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും എന്താ പറയാ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ലെവലിലേക്കാണ് ഇത് പോവുക. സൂയിസൈഡൽ തോട്ട് എന്ന് പറഞ്ഞാൽ വളരെ സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് തോട്ട് അല്ലേ. അത് തമ്മിൽ ബന്ധം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഇതേ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആൾക്ക് വല്ല സ്ട്രെസ്സേഴ്സും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവരിലേക്ക് എന്ത് വരാം? സൂയിസൈഡൽ തോട്ട് വരാം. അപ്പൊ അത് ലിങ്ക് ചെയ്യുന്നത് വേറെ വല്ല ഫാക്ടർ ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ സർ. സാർ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് ഞാനിങ്ങനെ കുറച്ച് പേരോട് സംസാരിക്കുന്ന സമയത്ത് കിട്ടിയൊരു കാര്യമാണ്. അതായത് അവര് ഡിപ്രസ്ഡ് ആയിട്ട് ഏകദേശം സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ഒക്കെ ചെയ്താൽ ഇങ്ങനെ സൈൻസ് ഒക്കെ, അതായത് നമ്മൾ പറഞ്ഞ വാർണിംഗ് സൈൻസ് ഒക്കെ ഏകദേശം കാണിച്ച് കുറച്ച് പേരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത്, അതായത് എനിക്ക് ഓൺലി ലിസണർ എന്നുള്ള
സ്റ്റേജ് മാത്രമേ ഞാൻ എത്തിയിട്ടുള്ളൂ. ബാക്കി എന്ത് പറയണം എന്നുള്ള ഒരു അറിവില്ലാത്ത ഒരു സമയത്തായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഞാൻ അഡ്വൈസ് കൊടുത്തു, അതായത് നമ്മളെ സൈക്യാട്രിക് ഹെൽപ്പ് നേടാനായിട്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയി. പക്ഷെ അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് സൈക്യാട്രിസ്റ്റ് ജഡ്ജ്മെന്റൽ ആവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പം എത്രത്തോളം ഇതിനെ നോക്കിക്കാണുന്ന രീതി എന്ന് പറയുന്നത് ഈ അവരെ അങ്ങോട്ടേക്ക് എത്തുന്നതിൽ നിന്ന് വിമുഖത കാണിക്കാനായിട്ട് ഒരു ഫാക്ടർ ആവുന്നില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ജഡ്ജ്മെന്റൽ ആവുന്നത്. അത് ഏതൊരു സൈക്കാട്രിസ്റ്റ് ആയാലും ഏത് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയാലും സ്കിൽസിൽ എന്തായാലും വേരിയേഷൻ വരും അല്ലേ? ഓരോ പ്രൊഫഷണൽ തമ്മിലും സ്കിൽസിൽ വ്യത്യാസം വരും. അപ്പം ഈ ജഡ്ജ്മെന്റൽ ആവാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ സൈക്കാട്രിസ്റ്റ് ജഡ്ജ്മെന്റൽ ആയിട്ടുണ്ട്. ഒരു പക്ഷെ നമുക്ക് ഇങ്ങനെയും വരാട്ടോ, ഈ വ്യക്തിക്ക് ആളുടെ ഡിസ്ട്രസിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ ഹെവി മൈൻഡോട് കൂടി പോകുന്ന സമയത്ത് സൈക്കാട്രിസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ജഡ്ജ്മെന്റൽ ആയിട്ട് പെർസീവ് ചെയ്യുന്നതും ആവാം. ആ ഒരു ഫാക്ടറും കൂടി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടേ മുന്നോട്ട് പോകാവുള്ളൂ. പക്ഷെ ജഡ്ജ്മെന്റൽ ആകുന്ന മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഇൻക്ലൂഡിങ് സൈക്യാട്രിസ്റ്റ് ഉണ്ട് എന്നുള്ളത് കാര്യം തന്നെയാണ്. അങ്ങനെയാണ് ജഡ്ജ്മെന്റൽ ആകുന്നു സൈക്യാട്രിസ്റ്റ് അല്ലെ എനി അതർ പ്രൊഫഷണൽ ജഡ്ജ്മെന്റൽ ആവുന്നുവെങ്കിൽ നമ്മളോട് അത് ഈ സൂയിസൈഡൽ റിസ്ക് ഉള്ള വ്യക്തി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈക്യാട്രിസ്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. കാരണം നിങ്ങൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ആൻസർ പറയുന്നത്. ഒരു സാധാരണ വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇത് ഈ ആൻസർ പറയാൻ പോസിബിൾ അല്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ വ്യക്തിക്ക് നമ്മളോട് ഈ വ്യക്തി ഒന്ന് പറയുകയാണല്ലോ ഈ സൈക്യാട്രിസ്റ്റ് ജഡ്ജ്മെന്റൽ ആവുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒരിക്കലും ജഡ്ജ്മെന്റ് ആവാതിരിക്കുകയും അവരെ ഏറ്റവും നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുകയും സൈക്യാട്രിസ്റ്റ് ഉണ്ടാക്കുന്ന അല്ലെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഉണ്ടാക്കുന്ന ഡാമേജ് ഒരു പരിധിവരെ കുറയ്ക്കാൻ നമ്മളെടുത്തെങ്കിലും ശ്രമിക്കാം. ഈ 2-3 സ്ട്രാറ്റജി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്യാട്രിസ്റ്റ് വേറെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിലും ഈ വ്യക്തിക്ക് തോന്നൽ വരാം. കാരണം ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചോദിക്കുന്ന സമയത്ത് അവർക്കൊരു ഒഫൻഡിങ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവാറുണ്ട് ചില പേഷ്യൻസ്. അപ്പം അതും ആവാം. പക്ഷെ വളരെ കാര്യപ്പെട്ട രീതിയിൽ ജഡ്ജ്മെന്റൽ ആകുന്നു എങ്കിൽ നമുക്ക് we shouldn't be judgmental with the person. We maybe help the person to talk freely to the psychiatrist or mental professional. ഇത് രണ്ടും ഫലിക്കുന്നില്ലെങ്കിൽ നമുക്ക് സൈക്യാട്രിസ്റ്റിനെയോ മെന്റൽ പ്രൊഫഷണൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ സുഹൃത്ത് അല്ലെ നമ്മളുടെ ഈ ആള് പറഞ്ഞു എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇതാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ആൻസർ ചെയ്തോ അവനി? വേറൊരു ക്വസ്റ്റ്യൻ ഇതിടയ്ക്ക് ചോദിച്ചോ? ഇതല്ലാതെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് സാർ, അത് ഞാൻ വായിക്കാം. എന്നാല് സൂയിസൈഡ് അറ്റംപ്റ്റ് ഫെയിൽ ആയാൽ പോലീസ് കേസ് എടുക്കുന്ന രീതി ആ പേഴ്സന്റെ മെന്റൽ ഹെൽത്തിനും പിന്നെയും ഡാമേജ് ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അമൽ വിജയാണ് ചോദ്യം ചോദിച്ചത്. വളരെയധികം അതുകൊണ്ടാണ് നമ്മളുടെ പുതിയ മെന്റൽ കെയർ ആക്ടില് ഈ സൂയിസൈഡ് ഒരു എന്താ പറയാ അതൊരു ക്രൈം അല്ല എന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത് തന്നെ വളരെയധികം സൈക്കോളജിക്കൽ ഡിസ്ട്രസ് ഉണ്ടായിട്ടാണ്. അപ്പം അതിന് മുകളിൽ പോലീസ് കേസും പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് കൂട്ടും. പക്ഷെ നമ്മളത് MLC രജിസ്റ്റർ ചെയ്യാറുണ്ടായിരുന്നുവെങ്കിലും മുമ്പൊക്കെ, ഇപ്പൊ ആ പ്രവണത വളരെയധികം നിന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ തന്നെ ഈ സൂയിസൈഡ് ചെയ്ത ആൾക്കാർക്കെതിരെ എടുക്കുന്ന കേസുകൾ വളരെയധികം കുറവാണ്. അപ്പൊ MLC രജിസ്റ്റർ ചെയ്യെങ്കിലും കേസ് പിന്നീട് ഇങ്ങനെ ആക്റ്റീവ് ആവാറില്ല. അതൊരു IPCയിലെ പ്രൊവിഷനായിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷനായിട്ട് അതിങ്ങനെ കിടക്കാറെ ഇപ്പതും വീഴും. വളരെയധികം അതിന് മുകളിൽ കേസ് എടുത്ത് ജയിലിൽ അയക്കുന്നതൊക്കെ വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോ തീരെയില്ല. പക്ഷെ ഈ ഇടയ്ക്ക് സുപ്രീം കോടതി അതിനെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ചില സൂയിസൈഡ് അത് കേസ് എടുക്കാൻ നിർവാഹമില്ലാത്ത രീതിയിലുള്ള ചില കോണ്ടെക്സ്റ്റുകൾ ഉണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ലീഗൽ മെന്റൽ ഹെൽത്ത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. അത് IPCയും മെന്റൽ കെയർ ആക്ടും കുറച്ചൊരു കോൺട്രാക്ട് വന്നതുകൊണ്ടുണ്ടായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ അത് കോൺട്രവേഴ്സ്യൽ ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ സുപ്രീം കോടതി പാർലമെന്റും ഒക്കെ എടുത്ത് ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യൻ വളരെ വാലിഡ് ആണ്. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ ആള് വീണ്ടും പോലീസ് കേസ് എന്നൊക്കെ പറയാൻ വളരെയധികം ഡിസ്ട്രസ് കൂടുക ചെയ്യാം. പക്ഷെ നമ്മൾ കണ്ട കേസുകളൊന്നും
കേസുകൾ അങ്ങനെ ആയിട്ടില്ല, ജയിലിൽ പോവുക അങ്ങനത്തെ ഒന്നും ആയിട്ടില്ല. വെറുതെ ഒരു MLC ഫയൽ ചെയ്യുന്നല്ലാതെ അധികം സീരിയസ് ആക്ഷൻ ഒന്നും എടുത്തത് കണ്ടിട്ടില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സംശയം ഇല്ലെങ്കിൽ എന്ത് ചെയ്താലോ സർ? സാർ, അതേപോലെ ഞങ്ങൾ ഈ മെന്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് നമ്മളൊരു സിൽഹോട്സ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു, അതായത് മനസ്സിന്റെ നിഴൽ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ട് ഗാലറി തയ്യാറാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് കുറച്ച് കുട്ടികളുടെ അടുത്ത് കുറച്ച് ചിത്രം അല്ലെങ്കിൽ എഴുത്ത്, ക്രിയേറ്റീവ് റൈറ്റിംഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞങ്ങള് സാറിന് അതായത് ഇൻഹാൻസിൽ ഞങ്ങളത് സമർപ്പിച്ചോട്ടെ എന്ന് ചോദിക്കാനായിരുന്നു. അത് ആർട്ട് ഗാലറിയായിട്ട്. തീർച്ചയായിട്ടും സോ ഹാപ്പി, ഓൾവേസ് വെൽക്കം. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ നമ്മൾ കോവിഡിന്റെ ഇതൊക്കെ കഴിഞ്ഞ് കോളേജ് തുറക്കുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് അത് തരുന്നതായിരിക്കും സാർ. തീർച്ചയായിട്ടും, താങ്ക് യു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, കോവിഡ് കോണ്ടെക്സ്റ്റില് ഇതേപോലെ സൂയിസൈഡ് കൂടുന്നുണ്ട്. അപ്പം നമ്മള് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫാക്ടറും കോവിഡ് കാലഘട്ടത്തും അതും അപ്ലിക്കബിൾ ആണ്. അപ്പം കാരണം കോവിഡ് എല്ലാവരുടെയും റിസ്ക്കും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ കൂട്ടിയതാണ്. അപ്പം ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സൂയിസൈഡിനെ പറ്റി എല്ലാ ആസ്പെക്ട്സും ഈ കോണ്ടെക്സ്റ്റിലും നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, അപ്ലിക്കബിൾ ആണ്. ഈ ഒരു ടോക്കിലൂടെ നമുക്ക് ആത്മഹത്യ മിഥ്യകൾ ദൂരീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ റിലേറ്റീവ്സിനായാലും ഒരു ഗേറ്റ് കീപ്പർ ആയി മാറാൻ കഴിയട്ടെ. സാറിന്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് നന്ദിയുണ്ട്. ഈ ഒരു ഉദ്യമത്തിൽ പങ്കുചേർന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു സർ. Sir.